ബേക്കറി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പരിസരം ഓർമ്മയില്ല സാറിയുണ്ട്. പരിസരം പിന്നെ പരിസരം ഇല്ലാട്ടോ. എന്താ അച്ചപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അച്ചപ്പം ഭയങ്കര ഇഷ്ടമാണ്. എന്താ സുഖം കണ്ടോ? നാത്തൂൻ വന്നപ്പോൾ ഏടത്തിയമ്മ എന്താ ഇരിക്കുക, നാത്തൂൻ കറി ഉണ്ടാക്കുക, തിന്നുക. ഒരുപാട് ഉപ്പ് വേണ്ടെന്ന്, കുറച്ച് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടണ്ട. കുറച്ച് ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. സുകന്യേ, അതിൻ്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? ഇനി ഞാൻ ഇപ്പോൾ ആശുപത്രി പോയി വന്നേ ഉള്ളൂ കേട്ടോ. വയ്യാതെ ആശുപത്രി പോയി വന്ന് ഇതാ അവിടെ ഇരിക്കണ, അതാണ് ഈ കോലത്തിൽ നിൽക്കണത് ലേട്ടാ. അതെ അതെ, നാളത്തെ തിരക്ക് ചില്ലറ തിരക്കൊന്നുമില്ല. സുകന്യ എന്താ ഓഫിയുണ്ട്? രണ്ടോ വിളിച്ചേ എമ്പച്ചേരി, എമ്പച്ച അമ്മായി കൊണ്ടാക്ക്. ഒരു കാര്യത്തിന് വന്നതാണ് അമ്മായി. നാളെ ഇവിടെ ഒരു പരിപാടി നടക്കുകയാണ്. അമ്മായിനെ ഞാൻ നട്ടപ്പാതിരിക്ക് പറഞ്ഞു തന്നോ? അമ്മായി വേണ്ട പൊക്കോന്ന് പറയുന്നത്. അമ്മായിനെ കൊണ്ടാക്കുവോന്ന്. അതാ അമ്മായിനെ കൊണ്ടാക്കല്ല, തിരക്കാട് പോ. നാരങ്ങ ഇതെന്താ, ഇത് കേട് വന്നതാണ്. ഇത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം കേട്ടോ. അതാകെ 15 രൂപ ഉണ്ട്. ഇനി അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. അതൊക്കെ ഞാൻ പെറുക്കിയെടുത്തതാണ്, ആരും കുറ്റം പറയാൻ പറ്റില്ല. നീയും തിന്നെ ഞാനും തിന്നാണല്ലേ. വിശക്കുണ്ട് കേട്ടോ. സത്യം അറിയാച്ചാല് ആശുപത്രി പോയിട്ടില്ലേ, യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ തന്നു കേട്ടോ. ഞാൻ എന്നിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് അവിടെ പോയി കഴിഞ്ഞിട്ട് അവരും കുറച്ച് നേരം അവിടെ പിടിച്ചിരുത്തി, ഓരോ വിശേഷങ്ങൾ പറഞ്ഞിട്ട്, വീഡിയോയുടെ ഇതിൻ്റെയൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോൾ എല്ലാവരും പരിചയമുള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ ഞാനില്ലേ എന്താ അവരൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നും. ലാസ്റ്റ് അനിയേട്ടൻ വന്നിട്ട് ഒരു 15 ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ടെസ്റ്റ് റിസൾട്ട് കാണിക്കാൻ ഡോക്ടറെ അടുത്തേക്ക് പോയൊക്കെ ഒരു 15 ആൾക്കാർ ഇറങ്ങി പോയിൻ്റെ മുന്നിൽ കൂടെ. ഞാൻ എന്നിട്ട് എന്താണ് ഇവര് കാണാത്ത പറഞ്ഞിട്ട് പോയേക്കുമ്പോൾ എന്താ വെച്ചേക്കുമ്പോൾ, അല്ല അവരൊക്കെ വയ്യാത്തവരല്ലേ, അവർ ഡോക്ടറെ കാണാൻ വന്നല്ലേ? പിന്നെ അവർ വയ്യാത്തവരല്ലേ അല്ലേ? ഡോക്ടറെ കാണാൻ സാധാരണ ആരോ പോക്ക്? രോഗികളാണോ പോക്ക്? നീ എന്തിനാ പോയത്? നീ വിശേഷം അറിയാനാണോ പോയി? ഇവിടെ 100 കൂട്ടം കാര്യങ്ങളും തിരക്കിടുന്നില്ല. അതല്ല അമ്മ, ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ പനിയായിട്ട് വന്നിട്ടില്ലേ, ഒക്കെ കുട്ടികള്. അപ്പൊ ഞാൻ വിചാരിച്ച കുട്ടികൾ ഓരോന്നില്ലേ കുട്ടികളുടെ കൂടെ എത്ര വേറെ ആൾക്കാർ പോയി. കുട്ടികള് മാത്രമല്ല, എത്ര ആൾക്കാർ അത് കഴിഞ്ഞിട്ട് പോയി. കുഞ്ഞു മക്കളെ കൊണ്ട് കണ്ടപ്പോ ബാക്കി 8 ആൾക്കാരും പ്രായമുള്ളവരല്ല, എന്റെ പ്രായമുള്ളവരാണ്. ഏട്ടന്റെ പ്രായം. അമ്മ ഇതെന്താ? എന്താ അത്? എന്താ പൊട്ടിച്ച്? എന്തായാലും ഡോക്ടറെ കണ്ട ക്ഷീണം ചില്ലറ ക്ഷീണം നല്ല ഇപ്പൊ ഉണ്ടായതല്ലേ? ഒരു ഡോക്ടറെ കണ്ട ക്ഷീണം ചില്ലറ എല്ലാം അറിയാം. എന്നിട്ട് അനിയേട്ടൻ പറയാണ് എൻ്റെ അടുത്ത്, ഞാൻ അല്ലാണ്ട് നീയൊക്കെ എങ്ങനെ ജീവിക്കുക? ഞാൻ അപ്പൊ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ടോ? ചിലപ്പോ ആരെങ്കിലും വെയ്യാത്തൊരു പേരായിരിക്കും. അവര് വന്ന് ഡോക്ടറെ കണ്ടോട്ടെ, പാവങ്ങളല്ലേ, അവിടെ ഇങ്ങനെ മാറിയിരിക്കും. അറിയില്ലേ എൻ്റെ അടുത്ത് അറിയാം. ഞാനൊന്നും കൂടെ വന്നില്ല. അപ്പയ്ക്ക് അവള് എല്ലാവർക്കും എന്താ ഒഴിഞ്ഞു കൊടുത്ത്. ഞാൻ ഡോക്ടറെ തന്നെ പറഞ്ഞു, ഡോക്ടറോട് തന്നെ പറഞ്ഞു. അവിടെ ലാസ്റ്റ് ആള് പോകാൻ വേണ്ടി കാത്തുകയാണ്. ഇനി ചിലപ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുന്നെങ്കിൽ അവരോട് വന്നിട്ട് കയറാച്ചിട്ട് അവിടെ നോക്കിക്കൊണ്ട് കയറുന്നു. ഒരു കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അറിയാം പുറത്താരൊക്കെ ഇരിക്കണമെന്നുള്ളത്. ഡോക്ടർക്ക് അവിടെ പുറത്ത് നോക്കിയത് കാണുകൂടിയില്ല. നേരത്തെ വന്നതാണ്, റിസൾട്ട് കാണിക്കാനാണെന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ? 5:30 ഡോക്ടറെ കാണാൻ പോയതാ. 7:30 മണി വരെ ആദ്യം ഒരു ക്യൂ നിന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടു. രണ്ടാമത് ടെസ്റ്റ് ചെയ്യാൻ അതിന്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ 8-10 ആൾക്കാരുണ്ട്. അതിന്റെ ഇടയിൽ കയറേണ്ട കാര്യമുള്ളൂ. ടെസ്റ്റ് റിസൾട്ട് കാണിക്കാനാ പറഞ്ഞാൽ ആരും സമ്മതിക്കും, ആരും ഒന്നും പറയില്ല. നമ്മള് പോക്കുള്ളല്ലേ. സതിയേട്ട കണ്ടപ്പോ എന്താ അവളില്ലേ ഇങ്ങനെ മതിലിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോ ആ അമ്മ കുഞ്ഞച്ചെന്ന് ഞാൻ പോവാണ് പറഞ്ഞിട്ട് എനിക്ക് പൈസ ഉണ്ടായിട്ട് അവള് വേഗം സതിയേട്ടനോട് അവൾക്കറിയാം. അമ്മ ചിലപ്പോ 12 മണിയായാലും നീ ആ നിർത്തുന്നത് അവൾക്ക് മനസ്സിലാക്കി. അതല്ല രസം. അമ്മ പറയോ എവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ബേക്കിൽ നിൽക്കുക, അമ്മ മുമ്പ് കയറി പറഞ്ഞിട്ട് അമ്മ കയറ്റും. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ വേണം. അതില് ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെ വയ്യാതെ ഡോക്ടറെ കാണാൻ പോകുന്നത്, എല്ലാവരും വയ്യാതെ വരുന്നത്. അതുപോലെ തന്നെയല്ലേ നമ്മളും. ഒരു പ്രാവശ്യം ക്യൂ നിന്നു, രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും ക്യൂ നിൽക്കുക പറഞ്ഞാൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഡോക്ടറല്ലേ. സുകന്യക്കാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഒരു സീനായിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും ദൈവം.
ചെറുപയറുപ്പേരി ഉണ്ട് പിന്നെ സുകന്യ ഡോക്ടറെ കാണാൻ വയ്യാത്തവരാ വരിക, അല്ലാണ്ട് വെയ്ക്കണവരാരെങ്കിലും ഡോക്ടറെ കാണാൻ ഒരു അസുഖമില്ലാത്തവർ ആരും ഡോക്ടറെ കാണാൻ പോവുക? മെഡിക്കൽ റെപ്പുകൾ വരുമ്പോഴേണോ? ആ സമയത്ത് അങ്ങനെ ഒരു റപ്പൊന്നും അവിടെ ഉണ്ടാവില്ല. ഉണ്ണിപ്പെണ്ണൊക്കെ കുളിച്ചോ? അമ്മ രാവിലെ കുളിക്കണില്ലേ അമ്പലത്തിൽ? പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ കുളിക്കണ്ടാരെങ്കിലും പോകാൻ പറ്റുമോ? ഞായറാഴ്ച എന്താ ഇതാണ് രണ്ട് വീടായാലും കുഴപ്പമില്ല. അപ്പൊ ആരെങ്കിലും കാണു നോക്കി നോക്കി, കുറെ ആൾക്കാർ അവിടെ, കുറെ ആൾക്കാർ ഇവിടെ. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ബഹളം എന്തായിരിക്കും? സുകന്യ ഡ്രസ്സൊക്കെ കിട്ടില്ലേ? എന്താ നിങ്ങൾ ഇരിക്കണ ചോറുകൾ വേണ്ട? കണ്ടോ അച്ചു ആയില്ല, എനിക്ക് വിശക്കും കിട്ടും. എന്തായാലും ഇപ്പൊ നാളെ തിരക്കോടെ തിരക്കല്ലേ, നാളത്തെ വിശേഷങ്ങളൊക്കെ മറ്റന്നാ. അപ്പോഴേ നാളത്തെ എന്താ എല്ലാ വിശേഷങ്ങളും പാടെ കൂടിയിട്ടില്ലേ മറ്റന്ന് പറയാട്ടാ അല്ലേ? ഇന്ന് വെറുതെ ഇനിയിട്ടല്ലേ ഞാനിങ്ങോട്ട് തിരിപ്പിച്ചു. തിരിപ്പിച്ചു, മൊത്തത്തിൽ തിരിപ്പിച്ചു. 4 മണിയാകുമ്പോൾ തൊട്ടൊന്ന് ഫ്രീ ആയതാണ്. ഇഷ്ടംപോലെ കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ആദ്യം കല്ലടിക്കോട് പോയി, ആദ്യം പോയി ത്രെഡ് ചെയ്തു കഴിഞ്ഞിട്ട് ഇവർക്ക് 2 പേർക്ക് 2 ഷിമ്മി എടുക്കാൻ കയറി. അത് കഴിഞ്ഞപ്പോ അച്ഛനൊരു ഫാൻസിയിൽ ഇതാ കഴിച്ചേര്. നീയല്ലേ പറഞ്ഞ ക്ലിപ്പ് വേണമെന്നുള്ളത്? എന്നിട്ട് ക്ലിപ്പ് അതൊക്കെ 3/4 മണിക്കൂറിനുള്ളിൽ അതൊക്കെ കഴിഞ്ഞു. എടി മുണ്ട് തിരുമ്പിട്ടില്ലേ? 5 മണിയാകുമ്പോഴേക്ക് കള്ളിക്കോട്ടൊന്ന് തിരിച്ചു പോകുന്നു. മറ്റവിടെ ഉണ്ട് 2 എവിടെ ഉള്ളൂ, അതിലുണ്ടാവും. 5 മണിയാകുമ്പോഴേക്ക് കള്ളിക്കോട്ട് തിരിച്ചു പോകുന്നു. ഉമ്മനേരി എന്നിട്ട് 2.5 മണിക്കൂർ കൊണ്ട് പോയി. അത്രേ പോയുള്ളൂ. 2-2.25 മണിക്കൂർ നേരം. കാവ്യ കൊണ്ടും കുഴപ്പമില്ലേ? അതെ, ചുരിദാർ നിർത്തി വെച്ചോ? ആ അങ്ങനെ എനിക്കിഷ്ടായി ശബരി. എന്താന്നറിയോ കാരണം? എനിക്കിഷ്ടായി. അല്ല അപ്പൊ ഈ അമ്മൂനെ അച്ഛനെ പോലുള്ളവർക്ക് എന്താ ചെയ്യാ? പട്ടുപാവാട നല്ല നിയമം കൈയടിച്ച് പാസ്സാക്കണല്ലേ? സത്യം. കൊടുത്തോളെ അല്ലേ സാരി മതി, അത് മതി. കാരണം എന്താണെന്നറിയോ, ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും ഓരോ ചിട്ടകളുണ്ട് ഓരോന്നില്. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഞാൻ ഗുരുവായൂർ പോണ സമയത്ത് 8ാം ക്ലാസ് പഠിക്കുമ്പോഴാട്ടോ ഫസ്റ്റ് ഗുരുവായൂർ പോണത്. അപ്പൊ പോണ സമയത്തില്ലേ ചുരിദാർ ഇട്ടിട്ട് എന്താ കേറ്റിയില്ല. അന്ന് ചുരിദാർ കേറ്റിയില്ല. റോട്ടുന്നോ അമ്പലത്തിൽ പോയ കഥയല്ലേ ഇപ്പൊ ഈ പറയുന്നത്? അല്ല, ഞങ്ങളുടെ അവിടെ ഒരു അയ്യപ്പങ്കാവ് ഉണ്ട് കേട്ടോ. ആ അയ്യപ്പങ്കാവിൽ അതേപോലെ തന്നെയാണ്. ചുരിദാറും ജീൻസിന്റെ പാൻറ്, അതേപോലെ കുട്ടികളുടെ മോഡൽ ഡ്രസ്സുകളില്ലേ, അതൊന്നും അവിടെ കേറ്റില്ല. സാരിയാണ് വെച്ചാൽ ശരിക്കില്ലേ അങ്ങനെയൊക്കെയുള്ള ചിട്ടകൾ വരണല്ലേ അല്ലേ? വലിയ നല്ല അമ്പലങ്ങൾ കൂടെ വേണം. കാരണം ഇപ്പൊ ജീൻസിന്റെ പാൻറ്റൊക്കെ ഇട്ടിട്ടാണ്. അങ്ങനെയല്ല കേട്ടോ, ദൈവം ഇന്നത് ഇടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നമ്മൾ പറയുക, ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും അത് നെഗറ്റീവായിട്ട് ആരും എടുക്കരുത്. അല്ല, ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പറയില്ലേ? എന്റെ മൂത്ത ഏട്ടൻ എന്റെ അമ്മ നെയ്റ്റി ഇടുമ്പോ പറഞ്ഞിരുന്നു, മരുമക്കളൊക്കെ നെയ്റ്റിയാണ്, മകള് നെയ്റ്റിയാണ്, അമ്മ നിങ്ങൾക്ക് സാരി കൊടുത്തൂടെ, കോട്ടൺ സാരി കൊടുത്തൂടെ, നിങ്ങളെന്താ എല്ലാവരും ഒരേപോലെ എന്നുള്ളത്. എൻ്റെ അമ്മല്ലേ മുണ്ടും ജാക്കറ്റിൽ തന്നെ. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു 4-5 ആൾക്കാരുണ്ട്. അമ്മ പറയും എന്നാ മരുമക്കളെ വിളിക്കുമ്പോഴും ചിലപ്പോൾ അമ്മയുടെ പോലെയൊക്കെ ഷേപ്പാണ് പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ ബേക്കാണ് പറഞ്ഞു വെച്ചാൽ ഇത് വരുള്ളൂ പറഞ്ഞിട്ട് വിളിക്കുമ്പോ മാറിപ്പൂത്രേ. ഇവിടെ അമ്മയുടെ എത്ര വയസ്സ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അമ്മ ഇത് നിൽക്കുമ്പോ അല്ല ഒരു പ്രായമായ അതില്ലേ ചില വിഭാഗം ആൾക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക അല്ലേ? മരുമക്കളൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ആയി കഴിഞ്ഞാൽ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ അല്ലേ? എനിക്കിഷ്ടാട്ടോ അങ്ങനെ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത്
ഇപ്പോൾ കാലം മാറി. എൻ്റെ പഴയ ചിന്താഗതികളാണ്. എന്നെ ആരും പൊങ്കാലിടാൻ വരണ്ട, ഇപ്പോൾ ഉള്ളവർ ഇഷ്ടമുള്ളത് ഇടാം. ജീൻസിൻ്റെ പേന്റ് വേണമെങ്കിൽ വയസ്സായവരൊക്കെ മിഡി ടോപ്പ് ഇടാം. ഒന്നും ഞാൻ അതിനൊന്നും അഭിപ്രായം പറയുന്നില്ല. ഒക്കെ കാരണം എന്താ വെച്ചാൽ ഒക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയണ്ട. നമ്മള് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് എനിക്കറിയില്ല. ഇഷ്ടമുള്ള അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവരവർക്ക് എപ്പോഴും വേണമെങ്കിൽ ഏത് പ്രായത്തിലും ഇടാലേട്ടാ. അത്രേ ഉള്ളൂ. ഇപ്പോ എനിക്ക് എനിക്ക് അമ്മും അച്ചുമൊക്കെ പട്ടുപാടിയും ബ്ലൗസും മിഡി ടോപ്പൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ മക്കൾക്കില്ലേ ഈ കോലം ആണ് ഇഷ്ടം. അത് അവരുടെ ഇഷ്ടല്ലേ. ഞാന് അതല്ല രസം. 2:30 മണി വരെ 2:30 മണി വരെ 3, 4, 5, 6 രാത്രിയോ? ഓ എന്റെ സുകന്യ എന്നെ നാമിക്കണം. നീ ഈ രാത്രി ഇതൊക്കെ വായിക്കണ്ടല്ലോ. ഈ വായന നീ സ്കൂളിൽ പഠിക്കുമ്പോഴോ വായിച്ചേക്ക്. നീ എവിടെ നോവലല്ല, പഠിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു. അന്ന് നോവല് വായിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമാണ് ഈ കാണുന്നത്. അന്ന് വായിച്ചത് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ വിശേഷം നിർത്തട്ടെ. അപ്പൊ നാളെ വിശേഷങ്ങളൊക്കെ നാളെ വിടാം. എന്താണ് സംഭവം, എങ്ങനെയായിരിക്കും കാണിക്കാം.